ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്, നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും കൂടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കുകൾ നിങ്ങൾക്ക് കാണണ്ടേ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് ലിപ് ബാം. നമ്മൾ ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡാണ് ഫസ്റ്റ് നമ്മൾ ലിപ്പിന് ലിപ് ബാം യൂസ് ചെയ്യണം. അത് ലിപ് ബാം ഞാൻ കളർ ബാറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മാത്രം ഇട്ടിട്ട് തന്നെ നമ്മൾ പുറത്തേക്ക് പോകാം. നല്ല ലിപ് ബാം ആട്ടത്, സൂപ്പർ കളർ ബാറിൻ്റെ ആണത്. ഓ സോ ഹാപ്പി. അതുപോലെ തന്നെ കളർ ബാറിൻ്റെ വേറൊരു ഷെയ്ഡ്, അത് കഴിയാറായി, കുറച്ചും കൂടി ഉള്ളൂ ഉപയോഗിച്ചിട്ട്. നല്ല ഷെയ്ഡത് കാണിച്ചോട്ടെ, നോക്കൂ. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡാണത്. എന്താ ഈ ഷെയ്ഡാണ്. തോനെയായിട്ട് ഇട്ടെന്ന് തോന്നില്ല, ലൈറ്റായിട്ട് ഉള്ളൊരു ഫീലാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ. നല്ലൊരു ലുക്കാണ്. അതുപോലെ തന്നെ ഞാൻ വേറെ കളർ ബാറിൻ്റെ ക്രയോൺസ് ഇല്ലേ, ഇത് കഴിയാറായി. ഇത് ചെയ്തിട്ട് നമ്മൾ കഴിയാറായത്. ഇത് പീച്ചി പിങ്ക്. ഇത് നല്ല ഷെയ്ഡാണ്. ഇതൊക്കെ പീച്ചി പിങ്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു ഷെയ്ഡ്. പിന്നെ ഇതും പിങ്ക് തന്നെ. ഇതൊക്കെ പോയിരിക്കുന്നു യൂസ് ചെയ്തിട്ട്. കണ്ടോ, പിങ്ക് കളർ തന്നെ. അത് എന്ത് പിങ്കാന്ന് മനസ്സിലാവില്ല. കളർ ബാറിൻ്റെ ഇത് റെഡ്, ടൊമാറ്റോ റെഡ് കണ്ടോ. അതുപോലെ തന്നെ കളർ ബാറിൻ്റെ റെഡ്. ഇത് ലിക്വിഡ് ആയിട്ടുള്ള പോലത്തെ കേട്ടോ, സിന്ദൂരത്തിൻ്റെ ഒക്കെ ഒരു ഇതിടുന്ന പോലത്തെ മോഡൽ. നല്ല മണം ഇത്. അതുപോലെ തന്നെ വേറെ റെഡാണ്, നമ്പർ 7 എന്ന് എഴുതിയിട്ടുള്ള ഇതാണ്. ഇത് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഇതിൻ്റെ അടുത്ത് കളർ ബാറിൻ്റെ വൈൻ കളറായിട്ടുള്ള ഷെയ്ഡ് ഉണ്ടായിരുന്നു. ആ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തപ്പം എൻ്റെ ഫേസിന് നല്ലതായിട്ട് എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നിൽക്കാൻ വേണമെന്ന് വെച്ചപ്പോൾ അവൾക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമില്ലാത്ത റെഡിക്ക് തന്ന് ഞാൻ ആ വൈൻ കളർ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. റെഡ് എനിക്ക് റെഡിനോട് ഇഷ്ടമുള്ള കാരണം അവൾ തന്നത് അത്. ഇത് നമ്പർ 7 അതിൻ്റെയാണ്. പിന്നുള്ളത് ലാക്മിയുടെ. ഇപ്പോൾ അടുത്ത് ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് കേട്ടോ. നമ്മുടെ കോവിഡൊക്കെ ഇതായിട്ടിരിക്കുന്ന ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്നല്ല സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു മെറൂൺ കളർ കണ്ട, മെറൂൺ ഷെയ്ഡ്. ഇത് ലാക്മിയുടെ പുതിയതാണിത്, അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഈ ഷെയ്ഡ്. പിന്നെ ഞാൻ മേബ്ലിൻ്റെ 660 ഈ ഷെയ്ഡ്. ലൈറ്റ് എന്താ പറയുക, ഈ കളറ് കണ്ട. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലിപ്പിലിട്ട് നമുക്ക് ഇടാത്തൊരു ഫീലിംഗ് ആണ് അനുഭവപ്പെടുക. നല്ല ഇതായിട്ടാണ്. അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്, വീട്ടിലായാലും ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ മേബിലിൻ്റെ വേറെ ഇത് ഏതാണ്, 60 ആണെങ്കിൽ 660. ഇത് 57 ന്യൂഡ് ഷെയ്ഡാണ്. ഇതും ന്യൂഡ് ഷെയ്ഡ് കേട്ടോ. ഇതുണ്ടൊക്കെ ഒന്നിത്തിരി ഡാർക്ക് കളർ, ഇത് കുറച്ച് ലൈറ്റ് ഇതായിട്ട് കണ്ടില്ലേ, ഒരു നല്ലൊരു കളർ ഈ ഷെയ്ഡ്. പിന്നെ എൻ്റെ അടുത്തുള്ളത് മാക്കിൻ്റെ ഞാൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഞാൻ മാക്കിൻ്റെ അത് എൻ്റെ വേറെ ഫ്രണ്ടിന് കൊടുത്ത് അവിടെ നട്ടിക്ക് വേറെ ലിപ്സ്റ്റിക്ക് തന്നു, വേറെ ഷെയ്ഡിക്ക് തന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത കളർ ഞാൻ കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. നമ്മുടെ ലിപ്പിലിട്ട് കഴിഞ്ഞ് നമ്മൾ ഫേസ് ഇട്ട് കഴിഞ്ഞിട്ട് അതൊരു ഒരു ഫീല്, നല്ല ഫീലാവില്ല, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്താൽ അവരെടുത്തുള്ളതാണ് ഇത് വാങ്ങുകയും ചെയ്യും. ഇതങ്ങനെയൊക്കെ ഇത് ഒരു സ്പിന്നറിൻ്റെ പോലത്തെ ഇതാണ്. ഇതിൽ റെഡ് ഉണ്ട്. ഇത് അതുപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റെഡായി തോന്നും. റെഡ് അല്ല, ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ അതിൽ. അതുപോലെ തന്നെ ഇത് ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഷെയ്ഡിലുള്ളത്. പിന്നെ മനീഷ് മൽഹോത്ര മൈ ഗ്ലാം. ഇതൊരു ലിക്വിഡായിട്ടുള്ളതാണ്, കണ്ടില്ലേ, നല്ലതാണ്. ഇത് നമ്മൾ ലിപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ ഇതിട്ടുണ്ടെന്ന് ഞാൻ അറിയില്ല, നല്ലൊരു ഫീലാണ് ഇത്. അപ്പോൾ പിന്നെ ലിപ് പെൻസിലുകളാണ് കുറേ, ഒക്കെ കളർ ബാറിൻ്റെ തന്നെ ലിപ് പെൻസിൽ. പിങ്ക് കണ്ട, പിങ്ക് കളർ ബാറിൻ്റെ തന്നെയാണ്.
റോസി റെഡ്. ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്യുക, ഇത് മാത്രം ഇട്ടിട്ട് ലിപ്പിലിട്ടിട്ട് പോകും. ഇതും അതുപോലെ ക്ലിയർ റെഡ്, ഇത് 1, ഇത് 2, ഒന്നുകൂടി ഡാർക്ക്, അതിൻ്റെ ലൈറ്റ്, അങ്ങനെ. പിന്നെ ഇതും കളർ ബാറിൻ്റെ തന്നെ തന്നെയാണ്. പിന്നെ ലിപ് ലൈന് നമ്മളെ ലിപ്പൊന്ന് ഷർപ്പാക്കി ഉണ്ടാക്കിയ വേറൊരു ഫീലില്ലേ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ലിപ്പ് എടുത്ത് കാണിക്കുന്ന നോക്കി. ആദ്യം ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നില്ല, ഇപ്പം സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേതാ ചോക്ലേറ്റ് ബ്രൗൺ 014 ഇത് ലിപ് പെൻസിൽ. അതുപോലെ തന്നെ ഇത് മെറൂണ് 12. ഇത്രയും ലിപ് പെൻസിലിൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ കളർ ബാർ അല്ലാതെ മേബിലിൻ്റെ കേട്ടോ ഷേപ്പ് ലിപ് ലൈനറാണ് ഇത്. സോറി, മേബിലിൻ്റെ തന്നെയല്ലേ പറഞ്ഞത്, മേബിലിൻ്റെയാണ്. റെഡ് ഇതൊക്കെ റെഡ്. അതുപോലെ പിന്നെ എൻ്റെ അടുത്തുള്ള കുറേ മൈക്രോ മിനി ലിപ്സ്റ്റിക് ഷെയ്ഡാണുള്ളത് നമ്മുടെ. പിന്നെ മിനി മൈക്രോ ലിപ്സ്റ്റിക്ക് ആ ഷെയ്ഡ് 16 ഷെയ്ഡ് ഉണ്ട്. അത് ജസ്റ്റ് ഹെർബസ് എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദിക് ഉള്ള ലിപ്സ്റ്റിക്കാണ്. ഈ കാണുന്ന 16 ഷെയ്ഡുകളാണ് ഇതുള്ളത്. ഇത് നമുക്ക് ട്രാവലിങ്ങിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ലതാണ്. ഇത് ഈ ചെറിയത് ഒരു 2 ലിപ്സ്റ്റിക്ക് അതിൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ 2 എണ്ണം ക്യാരി ചെയ്യുന്നതിൻ്റെ പകരം നമുക്ക് ഈ 16 ഷെയ്ഡ് കൊണ്ടുപോകാം. നല്ല വെറൈറ്റി റെഡ്, പീച്ച്, പിങ്ക്, പീച്ച് കളർ, കോഫി, ബ്രൗണ്, പിന്നെ ലൈറ്റ് അതിൽ പല കളറുകൾ ഷെയ്ഡുകൾ വ്യത്യാസമായിട്ടുള്ളത്. എന്താ പറയുക, ഡാർക്കും ലൈറ്റും ന്യൂട്ട് അതിനായിട്ടുള്ള ഷെയ്ഡുകളായിട്ടുള്ളതാണ് ഇത്. ഇതിൻ്റെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് 1, 2 കാണിച്ചു കേട്ടോ. 1 കാണില്ല. ഇത് റെഡ് കണ്ടില്ലേ, റെഡ് 3. അതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് 1 കുഞ്ഞതല്ലേ, ഇത് നോക്കി നല്ല ഇഷ്ടമായി ഇത്. അതുപോലെ 3 അല്ല, സോറി 13 ആണിത്. ഏതായാലും കാണിച്ചത് ഇവിടെ ജസ്റ്റ് ഹെർബസിൻ്റെ നല്ലതാട്ടോ. ഇത് 4. അതുപോലെ 15. ഇത് കൈ കിട്ടിയ ഷെയ്ഡുകളൊക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. അതിന് നമ്പർ ഇതായിട്ട് അല്ലേ കാണിക്കുന്നത്. 1, 2, ഇത് 6 ആണ് ഷെയ്ഡ്. ഇതാണ് നമുക്ക് ലാഭം. കാരണം മറ്റേതൊക്കെ കുറച്ച് കാലം കൂടുതൽ ഉപയോഗിക്കാത്തവരധികം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവർ, ഷെയ്ഡ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ഇതങ്ങനത്തെ മിനി മൈക്രോ ഷെയ്ഡുകളാണ് നമുക്ക് ഏറെ യൂസബിൾ ചെയ്യാൻ പറ്റുക. കാരണം ഇതാ കുറേ നേരം ഇരുന്ന് പിന്നെ നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതാകുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറേ ചിലപ്പോൾ വേറെ ഇതാകുമ്പോൾ ഇത് അവിടെ വെച്ച് വേറെ ഷെയ്ഡ് യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞിതാകുമ്പോൾ നമുക്ക് പൈസ ലാഭമാണ്. പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് മറ്റേത് വേസ്റ്റാക്കി കളയുന്നത്. ഇതിന് കുറച്ചും കൂടി ഒരു 600 അങ്ങനെ സംതിങ് 800 അങ്ങനെ ഒക്കെ ആയിട്ട് ഇതാക്കുകയാണെങ്കിൽ ഇതാണ് ലാഭം. 16 ഷെയ്ഡ് കിട്ടില്ലേ. അപ്പോൾ 16 ഷെയ്ഡ് കിട്ടുമ്പോൾ അതില്ലേ ലാഭം. ഇതൊരു കണ്ടില്ലേ, ഇതൊരു 7. ഇതിൽ 7 ഷെയ്ഡാണ്. ഇത് 14. ഇത് നമ്മുടെ കോഫി ഷെയ്ഡാണ്. കൊക്കോ പൗഡറിൻ്റെ കോഫിയുടെ ഷെയ്ഡാണ്. കൊക്കോ പൗഡറിൻ്റെ ഷെയ്ഡ് 8 ആണ്. കൊക്കോ സോറി കണ്ടോ 8. ഇത് 10 ആണ്. ഒക്കെ നല്ല ന്യൂ ഷെയ്ഡ്, നല്ല കംഫർട്ടബിൾ ആട്ടോ. അതൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് അതിനെക്കാട്ട് കുറച്ചുകൂടി ഡാർക്ക്. ഇത് 11 ഷെയ്ഡ്. ഇത് 12 ഷെയ്ഡാണ്. പിന്നെ 16 ലാസ്റ്റ് ഷെയ്ഡ് 16. ഇത് 9 ആണ്. ഇത്രയും ഷെയ്ഡുകളാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഒരു ലിപ് ഗോസ് ആണത്. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷൈനി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം.
ഇത് ഭയങ്കര ഇത് തുറന്നു കഴിഞ്ഞാൽ എന്ത് സ്മെല്ലാണ്? ഈ ഓറഞ്ചിൻ്റെ സ്മെല്ല്. ഇതിലേതിലെ കാണിച്ചത് ഇതൊരു ന്യൂട്ടല്ലേ, ഇതിട്ടപ്പോൾ നോക്കി, ഇതൊരു ഗ്ലോസി ഫീലായില്ലേ ഈ ഷെയ്ഡ്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഈ മെറൂണിൻ്റെ മുകളിൽ ഇതിട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ലൊരു ഗ്ലേസിങ് ആയിട്ട് നല്ല ഇതിലായിട്ട് ഈ ഷെയ്ഡിലിട്ടപ്പം കണ്ട. ഫസ്റ്റ് ഈ ഇത് മെറൂണിലാട്ടോ ഞാനിട്ടുണ്ടായിരുന്നു, മെറൂണ് ബ്ലാക്ക് മീഡാണ്. അതിൽ നോക്കി ഇതൊരു മാറ്റ് പോലത്തെയാണ്. ഇതെന്താ ആ ഗ്ലോസും കൂടി ഇട്ടപ്പോൾ നല്ലൊരു ഷിമ്മറി എന്താ പറയുക ഗ്ലേസിങ് ഉള്ളൊരു ഫീലായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഇത്രയും ഷെയ്ഡുകളാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ താങ്ക് യു.